ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുഃ പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമം വന്ദന ശ്ലോകം 5. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. മാറ്റമില്ലാത്ത ശുദ്ധമായിരിക്കുന്ന എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു രൂപം മാത്രമുള്ള എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന സദാ ജയിക്കുന്ന പരമാത്മാവിനെ ഞാൻ സ്തുതിക്കുന്നു. ഭാവാർത്ഥം: വികാരമെന്നത് മാറ്റമെന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. ആ പരമാത്മാവ് മാറ്റമില്ലാതെ യാതൊരു മാലിന്യവും കലരാതെ എന്നും ഇവിടെ കാണപ്പെടുന്നു. ഈശ്വരൻ തന്നോട് അടുക്കുന്നവരെയും ശുദ്ധനാക്കി മാറ്റുന്നു. സൂര്യപ്രകാശം അഴുക്കിലും ചെളിയിലും പതിക്കുന്നു, എങ്കിലും അതൊന്നും സൂര്യപ്രകാശത്തെ ബാധിക്കാതെ ഇരിക്കുന്നത് പോലെയാണ് ഇത്. ഈശ്വരൻ നിത്യ നൂതനമായി എല്ലാ കാലത്തും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രളയം വരുമ്പോൾ എല്ലാം തൻ്റെ ഉള്ളിലേക്കെടുക്കുന്നു, വീണ്ടും പുനഃസൃഷ്ടി നടത്തുന്നു. എപ്രകാരമാണോ എട്ടുകാലി തൻ്റെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന ദ്രാവകം ഉപയോഗിച്ച് വല നെയ്യുന്നു, കുറേ കാലം കഴിഞ്ഞ് ആ വല തൻ്റെ ഭക്ഷണമാക്കുന്നു. പ്രളയം വേഗത്തിൽ മനസ്സിലാകാൻ ആചാര്യൻ പറഞ്ഞു തരുന്ന ഉദാഹരണമാണ് ഇത്. ഭഗവാൻ ശുദ്ധ ചൈതന്യമാകുന്നു. അതാണ് ഏകരൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം എപ്പോഴും വിജയിക്കുന്നു, തന്നോട് അടുക്കുന്നവരെയും വിജയിപ്പിക്കുന്നു. വിജയമെന്നത് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, ഒരുവന് വരുന്ന ആന്തരികമായ പരിശുദ്ധിയെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് അയാളിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ.